ജവാന് വീരമൃത്യു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ജവാന് വീരമൃത്യു. ആന്ധ്രാപ്രദേശ് സ്വദേശി എം മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചത്. നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം 5:30 മാധ്യമങ്ങളെ കാണും. അതിനിടെ സംഘർഷ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയിരിക്കുകയാണ് കേന്ദ്രം. സിവിൽ ഡിഫൻസ് റൂൾ പ്രകാരം നടപടിയെടുക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രാജ്യത്ത് ഭക്ഷ്യക്ഷാമം എന്നത് വ്യാജ പ്രചാരണമെന്നും കേന്ദ്രം വ്യക്തമാക്കി. പാക് പ്രകോപനം തുടരുന്നതിനിടെ അതിർത്തി മേഖലകളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ്. പ്രദേശവാസികളെ മാറ്റുന്നത് സുഗമമായി പുരോഗമിക്കുന്നു എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ജമ്മു കശ്മീരിലെ സാംബയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 7 ഭീകരരെ BSF വധിച്ചു. ലിജോ വർഗീസ് ചേരുകയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി. ലിജോ, ഒരു ജവാന് വീരമൃത്യു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? എപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ആ ഓപ്പറേഷൻ ഇടയായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ജവാനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്, കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ സമയത്ത് ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിനിടയിൽ അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യം സ്ഥിരീകരിച്ച് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവർണർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിലാണ് മൃതദേഹമുള്ളത്. അത് നാട്ടിലേക്ക് ഉടൻ എത്തിക്കുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ആക്രമണത്തിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു എന്നുള്ള, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിലും തിരിച്ചടിയിലുണ്ടായ ഒരു ജീവൻ നഷ്ടമാകൽ, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു നഷ്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴായിരിക്കും തുടർ നടപടികൾ, അതായത് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഹൈ അലേർട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് 5:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എന്താണ് തുടർ നടപടികളെന്ന് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായി വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമയത്തും തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്ന സംബന്ധിച്ചൊരു ഒരു കാര്യങ്ങൾ വിശദീകരിച്ചു. തുടർന്നാണ് രാത്രിയാകുന്നതോടെ ഏതാണ്ട് 8:30 മുതൽ 8:45 സമയമാകുമ്പോഴേക്കും വലിയ തോതിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവുകയും മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഇന്ത്യയിലേക്ക് അയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും അതിനെ ഇന്ത്യ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതാണ്ട് 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആ സമയത്തുണ്ടായത്. അതിനെ പൂർണ്ണമായും ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പിന്നീടാണ് തുടർ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരു പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ സമയത്താണ്. ഡ്രോണുകൾ അതോടൊപ്പം തന്നെ മിസൈലുകളും ഒക്കെ ആ ഘട്ടത്തിൽ പ്രയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും അതിർത്തി കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, അതോടൊപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിൽ തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീർ, അതോടൊപ്പം തന്നെ പഞ്ചാബിൽ അമൃത്സർ, അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ, അതോടൊപ്പം തന്നെ ജമ്മു മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പൂഞ്ച് സെക്ടറിലൊക്കെ വലിയ തരത്തിൽ മോർട്ടാർ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഷെല്ലാക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഒരു തദ്ദേശവാസിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായെന്നുള്ള വാർത്തകൾ രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്ത വരുന്നത്. ഈ ജവാൻ കൊല്ലപ്പെട്ടത് ഇന്നലെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ കുറെ കൂടി രൂക്ഷമായ തരത്തിലേക്ക് ഈ പ്രശ്നം മാറുന്നൊരു സമയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഇന്ത്യ വളരെ സംയമനത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇന്ന് രാത്രിയും സമാനമായ തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് ജയ്സാൽമീർ മേഖലയിൽ വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ തന്നെ നിർദ്ദേശം സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ രാത്രിയാകുമ്പോഴേക്കും ലൈറ്റുകൾ അണയ്ക്കണം. ഒരു കാരണവശാലും രാത്രിയിൽ റോഡ് മാർഗം ആ മേഖലയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും ഇടയിൽ ആകുമ്പോഴേക്കും അടയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് സമാനമായ ആ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ അതുണ്ട്. അത് സമുദ്രാതിർത്തി
അതിർത്തിയിൽ തുടങ്ങിയാൽ, അതായത് കച്ച് മേഖലയുള്ള ഗുജറാത്തിൻ്റെ മേഖല മുതൽ തന്നെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അത് മരുഭൂമി അല്ലെങ്കിൽ ആ മേഖലയിലുള്ള അതിർത്തി എന്ന നിലയ്ക്ക് ജയ്സാൽമീർ പോലെയുള്ള രാജസ്ഥാൻ്റെ മേഖലകൾ, പിന്നീട് അപ്പുറത്തേക്ക് പഞ്ചാബ്, അതിനപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഏറ്റവും ജമ്മു ആൻഡ് കാശ്മീർ ആ മേഖല പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്രമണത്തിനും പാകിസ്ഥാൻ മുതിരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ആ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ആ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റി അവർക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് അവരെ മാറ്റാനുള്ള ശ്രമം നേരത്തെ മുതൽ നടക്കുന്നുണ്ട്, ഇന്ന് രാവിലെ മുതൽ നടക്കുന്നുണ്ട്. അത് സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ കുടുങ്ങിക്കിടന്ന അനന്തനാഗും മറ്റും കുടുങ്ങിക്കിടന്ന ആളുകൾക്ക് ഡൽഹിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നേരത്തെ നടത്തിയിരുന്നു. രാവിലെ 2 സ്പെഷ്യൽ ട്രെയിനുകൾ ഇതിനായി വിന്യസിക്കുകയും അവർ അവിടെ നിന്ന് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അവർ ഡൽഹിയിലേക്ക് എത്തിച്ചേരാറായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു പൂർണ്ണമായൊരു സുരക്ഷാ സംവിധാനം ഒരുക്കുകയും തിരിച്ചടിക്ക് അത് പ്രതിരോധിക്കുകയും വലിയ ശക്തമായൊരു തിരിച്ചടിയിലേക്ക് പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ അതിന് കനത്ത തരത്തിലൊരു തിരിച്ചടി നൽകുകയും ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള യോഗങ്ങൾ ഇന്ന് രാവിലെ മുതൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ സംയുക്ത സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ കര, നാവിക, വ്യോമ സേനാ മേധാവികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയിൽ ചേർന്നിരിക്കുന്ന ആളുകളെ വിന്യസിക്കാൻ അല്ലെങ്കിൽ അവരെ ഡിപ്ലോയ് ചെയ്യാനുള്ള ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ചുമതല അവർക്ക് കൈമാറിയിരിക്കുന്നു. അത് കരസേന മേധാവിക്ക് അതിനുള്ള ചുമതല നൽകിയിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ മറ്റ് മേഖലയിലുള്ള സൈനികരെ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, അതിർത്തി മേഖലയിലേക്ക്, സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ അവർക്ക് ചുമതലയുള്ള സ്ഥലങ്ങളിലേക്ക് ടെറിട്ടോറിയൽ ആർമിയിലെ ആളുകളെ നിയോഗിക്കുക എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ അവിടെ നടക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലും ഇന്നിപ്പോൾ യോഗം നടന്നിരുന്നു. അതിൽ അതിർത്തി രക്ഷാസേന, പ്രത്യേകിച്ച് BSF അടക്കമുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ യോഗങ്ങളാണ് നടന്നത്. അത് അരുണാചൽ പ്രദേശ് മുതൽ അത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മുതൽ താഴേക്ക് BSFും അങ്ങനെയുള്ള അതിർത്തി രക്ഷാസേനയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങൾക്ക് അവരുടെ അധികാരം കൂടുതൽ വിപുലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവർ ഡൽഹിയിൽ തന്നെ തുടരുന്നു. ഈ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഡൽഹിയിൽ തുടരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏത് വിധേനയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്രമണത്തിനും പാകിസ്ഥാൻ മുതിരും എന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ലിജോ, തിരിച്ചെത്താം ഞാൻ.